പണ്ടാണെങ്കിൽ അന്ന് വീഡിയോ ഇടുന്നത് ഇങ്ങനെയായിരുന്നു. വേട്ട അവസാനിപ്പിച്ചു ഇരകളെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. ഇര പോലെ അറിയാതെ, കാടറിയാതെ, ഇലയറിയാതെ ഇരകളെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് എന്നൊക്കെ പറഞ്ഞാണ്. പഞ്ചാബ് എഫ് സിയിൽ നിന്നും അവരുടെ ഫുൾ ബാക്ക് ആയിട്ടുള്ള അഭിഷേകിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ കുറച്ച് കാലങ്ങളായിട്ട് നീക്കം നടത്തുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലാസ്റ്റേഴ്സ് അതിൽ നിന്നും പിന്മാറി ഈസ്റ്റ് ബംഗാൾ താരത്തിനെ തൂക്കി എന്ന തരത്തിലായിരുന്നു ഇന്നലെ മുതൽ പ്രചരിച്ച്, ഇന്നലെ അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ച റിപ്പോർട്ട്. പക്ഷേ ആശിഷ് നേഗി ഇന്നലെ വന്ന ലൈവിനിടയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നു എന്നൊക്കെ പറയാം. കാരണം അഭിഷേകിന് വേണ്ടി ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ തുടരുകയാണ്. അഭിഷേക് സിംഗ് എന്ന പഞ്ചാബ് എഫ് സിയുടെ പ്രതിരോധ നിരയിലെ കരുത്തനായിട്ടുള്ള യുവ ഫുൾ ബാക്കിനെ സ്വന്തമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും പഞ്ചാബ് അഭിഷേകിനെ റിലീസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ ജംഷഡ്പൂരിൽ നിന്നും മലയാളി ഫുൾ ബാക്ക് ആയിട്ടുള്ള ഉവൈസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിൽ അവർക്ക് അഭിഷേകിനെ വേണമെങ്കിൽ വിറ്റാലും പ്രശ്നമൊന്നുമില്ല. അപ്പം അഭിഷേക് സിംഗിനെ ഈസ്റ്റ് ബംഗാൾ തൂക്കി എന്നായിരുന്നു നമ്മളെല്ലാവരും വിശ്വസിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും താരത്തിന് വേണ്ടിയുള്ള റേസിലുണ്ട് എന്നുള്ളത് ഇത്തിരി പോസിറ്റിവിറ്റി നൽകുന്ന കാര്യമെന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ റേസിൽ പോയിട്ട് ആരുടെ കാര്യത്തിലായിട്ട് ജയിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നം ആയതുകൊണ്ട് ഞാൻ അമിതമായിട്ട് എക്സൈറ്റഡ് ആവാൻ നിൽക്കുന്നില്ല. നിങ്ങളോട് അത് പറയുന്നു.